അപ്പോൾ എന്തായാലും ഞാൻ ചെറിയൊരു സാഹസികതയ്ക്ക് മുതിരാൻ പോവാം കേട്ടോ. നമ്മുടെ ഈ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ അങ്ങോട്ട് കിടക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്മുടെ മുന്നിലുള്ള ഈ ഒരു ഗേറ്റ് ആണ്. ഈ ഒരു തകർന്ന് കിടക്കുന്ന ഗേറ്റ് ആണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് സായിപ്പിനെ ഒരു തൊഴിലാളി കുത്തിക്കൊന്നത്. അതിനുശേഷം അവർ സായിപ്പന്മാർ ഇവിടുന്ന് സ്ഥലം വിട്ട് പോവുകയും 10 വർഷം പഴക്കമുള്ളൂ. അതായത് 100 വർഷം പിന്നിട്ട് കഴിഞ്ഞു. വിട്ടു ദേവി ഇത് ആരും ഇവിടെ ഒറ്റയ്ക്ക് വന്നേക്കാം കേട്ടോ. അതൊരു ശരിക്കും പറഞ്ഞ ഒരു പ്രേത ബംഗ്ലാവ് തന്നെയാണ്. അതിലൊരു സംശയമില്ല. നമുക്ക് ഈ ഒരു ബംഗ്ലാവിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല കേട്ടോ. പുതിയൊരു യാത്രയിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ നാടായിട്ടുള്ള തൊടുപുഴയ്ക്കടുത്ത് കാളിയാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ കാളിയാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് കാളിയാർ പുഴയും കാളിയാർ എസ്റ്റേറ്റൊക്കെയാണ്. പക്ഷേ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കാളിയാറിൻ്റെ അധികം ആരും കാണാത്ത ഒരു സ്ഥലത്തേക്കാണ്. കാളിയാർ എസ്റ്റേറ്റിൻ്റെ നടുക്ക് എവിടെയോ പഴയ ഒരു ബംഗ്ലാവ് ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ആ ഒരു ബംഗ്ലാവ് തേടിയാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. എന്തു തന്നെയായാലും നിങ്ങൾ ഇതുവരെ കാണാത്ത, നിങ്ങളെ ആരും ഇതുവരെ കാണിച്ചു തരാത്ത ആ ഒരു ബംഗ്ലാവിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഒരു 30 കിലോമീറ്റർ റൈഡ് ചെയ്ത് ഇപ്പോൾ കാളിയാർ എസ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്തിരിക്കുക കേട്ടോ. ഇവിടെ നിന്നാണ് എസ്റ്റേറ്റിൻ്റെ തുടക്കം. അപ്പോൾ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് റബ്ബർ പ്ലാന്റ് ചെയ്തേക്കണ കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എവിടെയോ ആണ് നമ്മൾ അന്വേഷിച്ച് വന്ന ആ ഒരു ബംഗ്ലാവ് ഇരിക്കുന്നത്. എന്തായാലും ആരോടായാലും ഒന്ന് ചോദിച്ചു നോക്കണം. വഴിയിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എനിക്ക് കറക്റ്റ് അങ്ങോട്ട് പോകുന്ന ഒരു സ്പോട്ടൊന്നും അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്കൊന്ന് ഇങ്ങനെ ആരെങ്കിലൊക്കെ ചോദിച്ച് കണ്ടുപിടിക്കാം. ഇത് മൊത്തം റബ്ബറാണ് നട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പോകേണ്ട വഴി ഇതേ ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ കാളിയാർ എസ്റ്റേറ്റ് കഴിഞ്ഞ് കുറച്ചിങ്ങ് പോരുമ്പോഴത്തേന് ഇവിടെ ഒരു മുസ്ലിം പള്ളി കാണാം. ആ പള്ളിയുടെ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കിടക്കുന്ന വഴിയാണെന്നാണ് അവിടെ ഒരു ചേട്ടൻ പറഞ്ഞത് കേട്ടോ, എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു മുസ്ലിം പള്ളി കാണാൻ പറ്റും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ. ഈ വഴിയാണോ എന്ന് അറിയില്ല കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് കുറച്ച് ചെന്ന് കഴിഞ്ഞാൽ കാളിയാർ പുഴയുടെയൊക്കെ തീരത്താണെന്നാണ് പറഞ്ഞത് ഈ ഒരു ബംഗ്ലാവ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് വഴി തെറ്റിയിട്ടോ. അപ്പോൾ ഈ വഴിയല്ല, ഇതിന് മുന്നേ തൊട്ടടുത്തൊരു വേറെ വഴി കാണാം കേട്ടോ. അത് മൊത്തം വണ്ടിയൊക്കെ പോയി ചെളി പിടിച്ച് കിടക്കുക. സൈക്കിള് പോയില്ലെന്നാണ് പറഞ്ഞത്. ഇനി പോയില്ലെങ്കിലും നമുക്ക് ചോദോണ്ടാണെങ്കിലും പോകാമല്ലോ. നടന്നു പോകണമെങ്കിൽ കുഴപ്പമില്ല, മൊത്തം ചെളിയാണ്. അതിലൊരു 1 കിലോമീറ്റർ അങ്ങ് നടക്കാനുണ്ടെന്ന് പറഞ്ഞത്. ഈ വഴി ഇത് ഇവിടെ തൊട്ടടുത്ത കേട്ടോ. നമ്മുടെ ഈ പള്ളി എത്തുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് ആ വഴി കാണാം. മൊത്തം ചെളിയാണ്. ഇവിടെ തടി വെട്ടിക്കൊണ്ട് തടി ലോറി ഇങ്ങനെ കടന്നു പോയപ്പോൾ അങ്ങനെ ചെളി ആയതാണെന്ന് പറഞ്ഞു കേട്ടോ. ഓ ഇത് നേരെ ഇത് സൈക്കിൾ നമുക്ക് ചവിട്ടിക്കൊണ്ട് എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് വഴി കണ്ടോ. അപ്പം ഇതാണ് വഴിയുടെ അവസ്ഥ. ഇത് കണ്ടോ, മൊത്തം വണ്ടി കയറിപ്പോയി ചെളി പിടിച്ച് കിടക്കും കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുറേ ലയങ്ങൾ കാണാം. അവിടെയൊക്കെ കുറേ ലയങ്ങളുണ്ട് ഇവിടുത്തെ തോട്ടത്തിലെ തൊഴിലാളികളുടെ. അപ്പോൾ ഈ കാണുന്നത് കാളിയാർ പുഴയാട്ടോ ഒഴുകുന്നത്. അപ്പം നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഒരു ബംഗ്ലാവിൻ്റെ കുറച്ച് ഓടിട്ട കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടുന്ന് കാണാം. പക്ഷേ അങ്ങോട്ടുള്ള വഴി ഇവിടെ ക്ലോസ് ചെയ്തേക്കാൻ തോന്നുന്നു. എതിലേ പോകേണ്ടതെന്നൊരു പിടുത്തമില്ല. എന്നാൽ ചേട്ടൻ പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ പോകുന്നത്. വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദുർഘടം പിടിച്ച വഴിയാണ്. ഞാൻ കുറേ ദൂരം സൈക്കിളെടുത്ത് ചുവന്നുകൊണ്ടേക്ക് വന്നത്. അത് നമ്മൾ കയറി ചവിട്ടുന്നത് ഭയങ്കര ചതുപ്പാട്ടോ. ഒരു അടികളൊക്കെ താന്നു പോകുന്നു. ഷൂ മൊത്തം ചെളിയായി നല്ല താന്നു പോകും. ഭയങ്കര റിസ്ക് പിടിച്ച വഴിയാട്ടോ. ഇതിന് അങ്ങോട്ട് പോകാനായിട്ട് ഇവിടെ മൊത്തം മുള്ളുവേലിയൊക്കെ വെച്ചേക്കും കേട്ടോ. ഇതിലെ പാസ് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അത് വഴിയുണ്ട്, അങ്ങോട്ട് വഴിയുണ്ട്. അങ്ങോട്ടൊന്ന് കിടന്ന് കിട്ടിയാൽ നമുക്ക് അങ്ങോട്ട് പോവാം.
ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഗ്യാപ്പിൽ കൂടെ ഉള്ളിലേക്ക് കയറിയേ. അപ്പോൾ ഈ കാണുന്ന വഴിയാട്ടോ, ഇവിടെ കല്ല് പാകിയൊരു വഴിയുണ്ടെന്ന് അവിടുന്ന് ഒരു ചേട്ടൻ പറഞ്ഞു. ആ വഴി നേരെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലാണ് ബംഗ്ലാവിലേക്ക് കിടക്കുന്ന വഴിയാണ്. അപ്പം ഈ ഒരു വഴി ചെന്ന് നിൽക്കുന്നത് ആ ഒരു ബംഗ്ലാവിൻ്റെ മുറ്റത്തായിരിക്കും കേട്ടോ. ഇവിടുന്ന് നമുക്ക് ആ ഒരു ബംഗ്ലാവ് കറക്റ്റ് കാണാം. ഇത് വലിയ ബംഗ്ലാവാണേ, മൊത്തം പൊളിഞ്ഞ് കിടക്കും കേട്ടോ. ഇനി അവിടെ ഒരു കിടങ്ങ് പോലെ കാണണേ, അവിടെ വഴിയുണ്ടോ ഇല്ലയെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു ബംഗ്ലാവിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റുമെന്നൊരു വലിയൊരു പ്രതീക്ഷയില്ല കേട്ടോ. കാരണം മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ വഴിയില്ല. ഉണ്ട് അതിൻ്റെ ആ ഒരു കാടിൻ്റെ നടുക്കാട്ടിരിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് നമുക്ക് പോകാനായിട്ടുള്ള പ്രോപ്പർ വഴിയില്ല. ഇവിടെ ആ ഗേറ്റൊക്കെ കാണാം നമുക്ക്. അത് മൊത്തം കാട് പിടിച്ച് കിടക്കും കേട്ടോ. അതിൽ ക്രോസ് ചെയ്ത് നോക്കാം. ഇവിടെ ഗേറ്റിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാം. അല്ലെങ്കിൽ ഇതിൽ നടന്നു പോകണം. അവിടെയൊക്കെ മൊത്തം ചുള്ളിക്കമ്പുകളൊക്കെ ആയിട്ട് ക്ലോസ് ആയി കിടക്കും കേട്ടോ. എന്തായാലും നമ്മളിവിടെ വരെ വന്നതല്ലേ, ഒന്ന് ശ്രമിച്ച് നോക്കാം. അപ്പോൾ വഴിയില്ലെങ്കിൽ നമ്മളെന്തായാലും തോറ്റ് പിന്മാറില്ല കേട്ടോ. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ മതി. നമുക്ക് എവിടെയാണല്ലോ നുഴഞ്ഞു കയറണമെന്നൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതൊരു പക്കാ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പം ഇവിടെ വന്ന് ആരെല്ലാം കണ്ടാൽ എന്തെങ്കിലും വിഷയമാവുമെന്നൊന്നും അറിയില്ല കേട്ടോ. രണ്ടും കൽപ്പിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രത്യേകം ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ റബ്ബർ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ചേട്ടനോട് ചോദിക്കാറുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങോട്ട് പൊക്കോ, വേറെ വിഷയമൊന്നുമില്ല എന്ന് ആ ചേട്ടൻ പറഞ്ഞതിൻ്റെ ഒരു ഉറപ്പിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം ചോദിച്ചത് എന്തെങ്കിലും മൃഗങ്ങളുടെ ശല്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നാണ്. അപ്പോൾ കാട്ടുപന്നിയും അതുപോലെ കുറുക്കനൊക്കെ ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. പക്ഷേ പകൽ വലിയ സീനില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ താഴെ പുഴ ഒഴുകണ, കളിയാർപ്പുഴ ഒഴുകണ കാണാം. ദേ ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. ഇതാണ് ബംഗ്ലാവ് കാണുന്നത്. ഇപ്പം തകർന്ന് കിടക്കണം റോഡൊക്കെ. അങ്ങനെ നമ്മൾ നടന്ന് ബംഗ്ലാവിൻ്റെ മുന്നിലെത്തി. പക്ഷേ ഇവിടെ എത്തിയിട്ട് നമുക്ക് അങ്ങോട്ട് കയറാനായിട്ട് വഴി കാണുന്നില്ല. ഇവിടെ മൊത്തം ദേ കാട് കയറി കിടക്കും കേട്ടോ. ഇതിലെ പോയാലാണ് അങ്ങോട്ട് എത്തുകയെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. ഇത് ഭയങ്കര റിസ്ക് ആയിരിക്കും. കാരണം നമ്മൾ ഇത്രയും നാൾ വന്ന പോലെ അല്ല, അങ്ങനെ ഒരു സ്ഥലമേ അല്ല. ഇത് നോക്കി, ഈ മൊത്തം കാട് പടർന്ന് പന്തലിച്ച് കിടക്കണുണ്ടോ. എൻ്റെ ഒരു അരയ്ക്ക് ഇപ്പം ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പം എന്തായാലും മസ്റ്റായിട്ടും പാമ്പ് അങ്ങനെയുള്ള ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവും. അത് പേടിക്കേണ്ടി വരും. ഒരു വഴി എവിടെയെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കയറാമായിരുന്നു. ആ ബംഗ്ലാവിൻ്റെ അവിടെ നിന്ന് മാടി വിളിക്കുന്നുണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞേ. വല്ലാണ്ടങ്ങ് ആകർഷിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇത്രയും ഒരു ആകാംക്ഷയോടെ വന്നതുകൊണ്ടായിരിക്കും. പക്ഷേ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയായിരുന്നു നമുക്ക് കയറാമായിരുന്നു. അതൊന്നും വഴിയില്ല കേട്ടോ. എവിടെയാണ് വഴിയെന്നൊന്നും ഒരു പിടുത്തമില്ല. ഇനി വഴിയുണ്ടോ, അല്ലെങ്കിൽ ഇത് വഴിയായിരിക്കും. ചിലപ്പം മൊത്തം ആരൊക്കെ വരാത്തതുകൊണ്ട് ഉപയോഗിക്കാതെ കിടക്കുന്നതുകൊണ്ട് കാട് പിടിച്ച് കിടക്കുന്നതായിരിക്കാം. നോ രക്ഷ. നമ്മൾ നടന്ന് ഇതിൻ്റെ ചുറ്റിനും നടന്നു. ഇനിയും ചെറിയൊരു സ്കോപ്പ് ഉള്ളത്, നമ്മൾ ആദ്യം സൈക്കിൾ കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു ഗേറ്റ് കണ്ടില്ലായിരുന്നു. ആ ഗേറ്റിൻ്റെ അതിൽ ചിലപ്പോൾ കയറാൻ പറ്റുമായിരിക്കും. അവിടെ വഴിയുണ്ട്, കാട് പിടിച്ച് കിടക്കുകയാണ്. ഒരു ശ്രമോടെ നടത്തുക കേട്ടോ. അവിടെ അങ്ങോട്ട് കയറാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരും. കാരണം വഴിയുടെ ചെറിയൊരു കണിക കിട്ടിയാൽ നമുക്കങ്ങ് കയറാം. ശാന്തമായിട്ട് ഒഴുകുന്ന കാളിയാർ പുഴയാണ് താഴെ കാണുന്നത് കേട്ടോ. കാളിയാർ പുഴയുടെ തീരത്തെങ്കിൽ ഒരു ബംഗ്ലാവ് നൈസല്ലേ. സൈക്കിള് ഇവിടെ വരെ നമുക്ക് നടന്നെങ്ങനെയും വരാം. ഇത് തള്ളിക്കൊണ്ട് വരാനാണ് കുറച്ച് എഫോർട്ട് വേണ്ടത്. ഇവിടെ നമുക്ക് പോവാം. അപ്പോൾ എന്തായാലും ഞാൻ ചെറിയൊരു സാഹസികതയ്ക്ക് മുതിരാൻ പോവാം കേട്ടോ. നമ്മുടെ ഈ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ അങ്ങോട്ട് കിടക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്മുടെ മുന്നിലുള്ള ഈ ഒരു ഗേറ്റാണ്. ഈ ഒരു തകർന്ന് കിടക്കുന്ന ഗേറ്റാണ്. അതിൽ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റും. പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നും കാണുന്നത്, എന്നാലും കുറച്ചൊക്കെ ഇവിടുന്ന് ഏകദേശം കാണാൻ പറ്റുന്നുണ്ട് ഒരു ബംഗ്ലാവ്. എത്രത്തോളം മുന്നിലേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ സൈക്കിൾ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാനകത്തുണ്ടെന്ന്, ഒരു മനുഷ്യനകത്ത് പെട്ടിട്ടുണ്ടെന്ന്, എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ സംഭവിക്കില്ല, ചുമ്മാ പറഞ്ഞോ. നമ്മളെന്തായാലും മുന്നോട്ട് വെച്ച കാലം എന്തായാലും പുറകോട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് ഗേറ്റൊക്കെ തകർന്ന് കിടക്കണുണ്ടോ. അതുകൊണ്ട് ഇതായിരുന്നു കറക്റ്റ് വഴി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എനിക്കെന്താ പ്രാന്താണോ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്ന് കയറാനായിട്ട്? ഇങ്ങനെയുള്ള അബാൻഡൻഡ് പ്ലേസിൽ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട്. കാരണം എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകണമെന്നൊരു ആകാംക്ഷ ഉണ്ടല്ലോ, അതിൻ്റെ പുറത്ത് പോരുന്നുണ്ട്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴത്തേനും ഗംബൂട്ട് പോലെയുള്ള വലിയ ബൂട്ടൊക്കെ ഇട്ട് പാൻറ്റൊക്കെ ഇട്ടിട്ട് വരാൻ മതിയെന്ന്. അതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോഴത്തേനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടാൽ ചവിട്ടാൻ പറ്റില്ല കേട്ടോ. ഈ പാഡഡ് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ റൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കംഫോർട്ട് കാണുമല്ലോ കേട്ടോ. പിന്നെ സൈക്കിളിൽ അധികം സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ അതൊന്നും നോക്കുന്നില്ല, ഒന്നും സംഭവിക്കില്ല. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും പേടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇഴജന്തുക്കൾ, പാമ്പുകളൊക്കെ, ആ ഒരു പേടിയുള്ളൂ മനസ്സിൽ. അപ്പോൾ എന്തായാലും നമുക്കിത് ഇതുപോലെ ഒരു വടി കയ്യിലെടുക്കാം കേട്ടോ. അങ്ങ് തല്ലി പോവാം. ഈ അണലി പോലെയുള്ള പാമ്പുകളുണ്ട്, അതാണ് ഭയങ്കര വിഷയം. ഒരു പ്രകോപനം ഇല്ലാതെ നമ്മളെ കടിക്കും കേട്ടോ. ഒരു ലൈൻ കമ്പി ചാർജില്ലായിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ചെറിയൊരു വഴിയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ നീക്കി
ഒത്തിരി പ്രതിബന്ധങ്ങളുണ്ട്. അതൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി നമുക്ക് പോകേണ്ടി വരും അകത്തേക്ക്. ഇതൊരു മനുഷ്യൻ നടക്കുന്ന വഴിയല്ല കേട്ടോ. ഉണ്ടോ എൻ്റെ അമ്മോ. അപ്പം ഇത്ര ദൂരം വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരു ഹോപ്പുള്ളതായിട്ടൊന്നും കാണുന്നില്ല. കാരണം എന്താ, ഒരു വഴിയുള്ളതായിട്ടൊന്നും. ബംഗ്ലാവിൻ്റെ തൊട്ടടുത്ത് എത്തി നമ്മൾ. ആ കാണുന്ന കേട്ടോ ബംഗ്ലാവ്. പക്ഷേ അതിൻ്റെ മുറ്റത്ത് നമ്മൾ അവിടുന്ന് കണ്ട പോലെ തന്നെ മൊത്തം കാടും വെള്ളം കയറി കിടക്കും. പറ്റുന്നുണ്ടോ, ചവിട്ടിപ്പോകാനുള്ള വഴിയില്ല. കേട്ടോ, ഇതാണ് ബംഗ്ലാവ്. ഇങ്ങനെയുള്ള ചേമ്പും കാട്ടുപയറ കയറി മൂടി കിടക്കുന്നതാണ്. എന്നാ ചെയ്യണ്ടേ, അതങ്ങനെ കണ്ടിട്ട് അങ്ങനെ പോകാതിരിക്കാൻ തോന്നുന്നില്ല. കേട്ടോ, ഇങ്ങനെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യനും വരുന്ന സ്ഥലമല്ല കേട്ടോ. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ പൊന്നെ, എന്തൊരു പക്ഷിയിലെ പറന്നു പോയത്. ഒന്ന് കിടുങ്ങിട്ടോ. ഓക്കെ, ഒന്ന് കയറുക കേട്ടോ അകത്തേക്ക്. കുറേ റൂമുകളുണ്ട്. ഇതിലൊരു ഹാളാന്ന് തോന്നുന്നു. ഇതെപ്പോൾ വേണമെങ്കിലും തലയെ പതിക്കാന്നുള്ളൊരു അവസ്ഥയിലാട്ടോ അങ്ങനെ കിടക്കണേ. എത്ര മുറികളാണ് ഈ ഒരു ബംഗ്ലാവിന്. അടുത്ത മുറി തുറക്കുകയാണ്. ബംഗ്ലാവിലൊക്കെ, പണ്ടത്തെ ബംഗ്ലാവിലൊക്കെ കാണുന്ന കൂട്ട് ഈ എന്തോ പേര് പറയില്ല, ഇങ്ങനത്തെ ലൈറ്റ് തൂക്കിയിടുന്ന കൂട്ട്, അതിൻ്റെ അത് പൊട്ടിക്കിടക്കുന്ന കേട്ടോ. നമ്മളിത് പുറത്തേക്ക് ഇറങ്ങടാ. ഇതാണ് ബംഗ്ലാവിൻ്റെ. അവിടുന്ന് കാണുമ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് അതിലാട്ടോ വന്നേ. ഇതൊക്കെ അങ്ങനത്തെ ലൈറ്റ് കാണിച്ചു തന്നിക്കോട്ടെ. എൻ്റെ പൊന്നെ, കൊള്ളാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പോയി കണ്ട ഒരു ബംഗ്ലാവൊന്നും ഒന്നുമല്ല ഇതിൻ്റെ മുന്നിൽ. അത് കാരണം ഇത് ഇരിക്കണ ഒരു സ്പോട്ടാണ്. പുഴയുടെ തീരത്ത് ഒരു വീടോ ഒന്നും ഈ ഒരു പരിസരത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ബംഗ്ലാവിൻ്റെ മുൻവശം. മുസൈക്ക് കേട്ടോ. പണ്ടത്തെ വീടുകളിലും ബംഗ്ലാവിലൊക്കെ മാത്രം കണ്ട് വന്നിരുന്ന മുസൈക്കാണ് ഇട്ടേക്കണേ. തറ മൊത്തം ഒരു അലമാരി നമുക്ക് കാണാം. അത്യാവശ്യം നല്ല അലമാരിയാണല്ലോ. വേണ്ട, ഫുള്ള് ഓടയിലാണ് അതിൻ്റെ നിർമ്മാണം. എത്ര വർഷം പഴക്കമുണ്ടെന്നൊന്നും ഒരു അറിവില്ല. ഞാൻ അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചിട്ട് വിളിക്കുന്നത് വ്യക്തമായിട്ടൊന്നും പറഞ്ഞു തരാമെന്ന് അറിയില്ല കേട്ടോ. ബ്രിട്ടീഷ് ബംഗ്ലാവ് ആയിരിക്കും, എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥൻ്റെ ആയിരിക്കാം. അപ്പം ഈ ഒരു കാളിയാർ എസ്റ്റേറ്റിന് ബ്രിട്ടീഷുകാരായിട്ട് ഒരു ബന്ധമൊക്കെ ഉണ്ട്. അത് എനിക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കാർ കുറച്ചായിരിക്കാം. നമ്മൾ
നമ്മൾ ശരിക്കും പെട്ടുവിട്ടോ. കാരണം നല്ല മഴ വരുന്നുണ്ട്, ഇത് ഇരുണ്ട് മൂടി ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട്. അങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബംഗ്ലാവിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റില്ല കേട്ടോ. മൊത്തം നനയും, ഇതിൻ്റെ അകത്ത് കയറി നിൽക്കാനേ പറ്റുള്ളൂ. അതിന് മുന്നേ ഇവിടെ ഇറങ്ങി കയറി നിൽക്കാൻ വേറെ വീടുകളൊന്നുമില്ല കേട്ടോ. പെട്ടു. ദേവി ഇത് ആരും ഇവിടെ ഒറ്റയ്ക്ക് വന്നേക്കരുത് കേട്ടോ. അതൊരു ശരിക്കും പറഞ്ഞൊരു പ്രേത ബംഗ്ലാവ് തന്നെയാണ്, അതിലൊരു സംശയമില്ല. അതായത് പ്രേതം ഉണ്ടെന്നല്ല പറഞ്ഞത്, ഇതിൻ്റെ ഈ ഒരു ബംഗ്ലാവിൻ്റെ അവസ്ഥ ഈ ഒരു നിൽക്കുന്ന സ്ഥലമൊക്കെ അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പ്രാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു ബംഗ്ലാവാട്ടോ. ആരും കൂടെ ഒരാവശ്യമില്ലാതെ വരണ്ട കേട്ടോ. ഞാൻ തന്നെ വന്നിട്ട് എനിക്ക് ഇത്ര നമ്മൾ കഴിഞ്ഞ ദിവസം പോയ സ്ഥലത്തൊക്കെ അത് വെച്ച് കമ്പയർ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇവിടെ നെഗറ്റീവ് ആ ഒരു തോട്ടല്ലാതെ ഒന്നും നമ്മുടെ മൈൻഡിലേക്ക് വരുന്നില്ല കേട്ടോ. കംപ്ലീറ്റ് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. വേറെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇവിടുന്ന് തോന്നുന്നില്ല കേട്ടോ. എന്തോ ഒരു സ്മെല്ലാണ് അതിൻ്റെ അത് ഞാൻ വന്നപ്പോൾ പോലെ ശ്രദ്ധിക്കുന്നത്. എന്താ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നത്, ഭയങ്കര സ്മെല്ലാണ് ഇതിൻ്റെ അത്. എന്താണെന്നൊരു പിടുത്തം വന്നപ്പോൾ ഉണ്ട്, ഒരു ദുഷിച്ച മണം കേട്ടോ. മിക്കവാറും ഇതൊന്നും ഇങ്ങനെ പഴകി കിടക്കണോണ്ടായിരിക്കും. നമുക്ക് നോക്കട്ടെ മഴ തന്നെ എത്താൻ പറ്റുമെന്ന് അവിടെ മെയിൻ റോഡിലേക്ക്. ഒരു എന്താ പറയുന്നത്, എന്തോ ഒരു സ്മെല്ലടിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഈ പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്ന് പുറത്തിറങ്ങിട്ടോ ഇനി തിരികെ മടങ്ങുവാണ്. അപ്പം ഇറങ്ങിയ സമയത്ത് ഇതേ കറക്റ്റ് വെയിലും വന്നിട്ടോ. മഴയുടെ ഒരു മൂടൊക്കെ മാറി, എന്നാലും കാർമേഘങ്ങളുണ്ട്. ഇവിടെ അധികം സമയം നിന്ന് കഴിഞ്ഞാൽ മഴ വന്ന് പെട്ടുപോകും. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോ കണ്ടിട്ടും ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, രാത്രി 12 മണിക്ക് ഒറ്റയ്ക്ക് വന്നിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. എന്തായാലും ഇവിടെ വന്ന് എത്ര ധൈര്യം ഉള്ളവനാണെന്നുണ്ടെങ്കിലും ഇവിടെ രാത്രി 12 മണിക്ക് വരാൻ കുറച്ചൊന്ന് അത് റിസ്ക് ആണ്. പിന്നെ അത്രയും ഒരു ധൈര്യം നമുക്ക് തോന്നില്ല. കാരണം വെച്ചാൽ അത്ര ഒറ്റപ്പെട്ട് ഇവിടെ ഒരു റബ്ബർ കാടുകളല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് വിളിച്ചാൽ നമ്മൾ ഒച്ചയെടുത്ത് കരഞ്ഞാൽ പോലും കേൾക്കാൻ ആരുമില്ല കേട്ടോ. അപ്പോൾ അത് ആരും റിസ്ക് എടുത്തത് ഇങ്ങോട്ടേക്ക് വരണ്ട കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. ഇതിനോട് വന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയില്ല. കാരണം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഈ ഒരു ബംഗ്ലാവ് ശരിക്കും ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. ഇതൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ആണോ അതെയോ എന്തായാലും ഈ ഒരു എസ്റ്റേറ്റിൻ്റെ ഉടമയുടെ തന്നെ ആയിരിക്കും. ഒരുപാട് പഴക്കമൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അപ്പം ഈ ഒരു കാളിയാർ എസ്റ്റേറ്റിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 100ഓളം വർഷങ്ങൾ പഴക്കമുണ്ട് കേട്ടോ. അതായത് കറക്റ്റ് പറയാനുള്ള 1905 മിസ്റ്റർ പി ജോൺ എന്ന് പറഞ്ഞൊരു ആളാണ് ഇവിടെ ആദ്യമായിട്ട് റബ്ബർ പ്ലാന്റ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് അത് ഒരു ബ്രിട്ടീഷ് പ്ലാന്റേഷൻ കമ്പനിക്ക് അത് വിൽക്കുകയാണ് ഉണ്ടായത്. ഇപ്പം നിലവിൽ ഈ ഒരു എസ്റ്റേറ്റ് ഇരിക്കുന്നത് ഹാരിസൺ മലയാളം ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ കീഴിലാട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഫുള്ള് റബ്ബർ തോട്ടമായിരുന്നു. പണ്ടൊക്കെ ഒരു 10 വർഷം മുന്നേ വരും മൊത്തം റബ്ബർ തോട്ടമായിരുന്നു. ഇപ്പം റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇടയായിട്ട് പൈനാപ്പിൾ നട്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ മഞ്ഞ വഴിക്ക് നമുക്ക് ആ ഒരു റബ്ബറിൻ്റെ ഒരു ഫാക്ടറിയാണ്. അവിടെ റബ്ബർ പാലൊക്കെ എടുത്തിട്ട് പ്രോസസ്സിങ് ചെയ്യുന്ന ഒരു ഫാക്ടറിയും അതിനോട് അനുബന്ധിച്ച് കുറേ കെട്ടിടവും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. പിന്നെ അവിടെ കുറേ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് ലയങ്ങളുണ്ട്. ഈ ഒരു തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ അവർ താമസിക്കുന്ന ലയങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അവരുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഞാൻ കുറേ ഒന്ന് ക്യാപ്ചർ ചെയ്യാനൊക്കെ ആയിട്ട് നോക്കി അവിടെ കയറിയിട്ട്. പക്ഷേ അവിടെ വീഡിയോ എടുക്കുന്നത് ഞാനധികം വീഡിയോ എടുക്കുന്നില്ല, പെർമിഷനൊക്കെ ഇല്ല എന്ന് പറഞ്ഞു. ഒത്തിരി വീഡിയോ എടുക്കാനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ക്ലിപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ മൊത്തം പൈനാപ്പിൾ നട്ടേക്കണം. ആ ഒരു പൈനാപ്പിളിൻ്റെ ഒരു തോട്ടമൊക്കെ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. പണ്ട് റബ്ബർ ആയിരുന്ന സ്ഥലത്ത് ഇവിടെ പൈനാപ്പിൾ നട്ടേക്കുന്നതാണ്. പിന്നെ കുറേ വർഷം കഴിയുമ്പോഴത്തേനും റബ്ബറൊക്കെ വലുതാകുമ്പോഴത്തേനും പണ്ടുണ്ടായിരുന്ന ഒരു ഭീകര ലുക്കായിരുന്നു വേണ്ടത്. കാരണം വെച്ചാൽ പണ്ട് ഇതിൽ ഞാൻ വന്നിട്ടുണ്ട്. ആ റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കൂടെ രാത്രി പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിജനമായിട്ട് അങ്ങനെ അധികം ഒരു സമയം കഴിഞ്ഞാൽ വണ്ടികൾ അധികമൊന്നും ഇല്ലാത്തൊരു റൂട്ടാട്ടോ. ഇപ്പം മൊത്തം തെളിഞ്ഞ് കിടക്കുവാണ്. അങ്ങനെയുള്ള കുറേ ലയങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് വരാനായിട്ട് ഇവിടെ വഴി നിങ്ങൾ കണ്ടോ. അപ്പോൾ അതെന്തായാലും ഇങ്ങോട്ട് അന്ന് അധികം ആരും വരാൻ നിൽക്കണ്ട കേട്ടോ. അങ്ങനെ വരാൻ പറ്റിയൊരു പ്ലേസ് അല്ല. അതായത് ഞാനൊരു പട്ടിക കഷ്ണമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വഴി ഉണ്ടാക്കി പോകാനായിട്ട് നല്ല റിസ്ക് പിടിച്ച സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മളിത് പുറത്തിറങ്ങിയിട്ട് അവിടെ സൈക്കിളുണ്ടോ ഇല്ലയെന്ന് നോക്കാം. ആരും ഇവിടെ വന്ന് എന്തായാലും നമ്മുടെ സൈക്കിളൊന്നും ആരും എടുത്തുകൊണ്ട് പോകുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ സൈക്കിൾ ഇത് ഒരു കുഴപ്പവും കൂടാതെ അവിടെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു വിജനതയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഒരു ആശ്വാസമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മളത്രയും ഒരു സത്യം പറയാം കേട്ടോ, ഒരു നെഗറ്റീവ് വൈബിൽ നിന്നൊരു പോസിറ്റീവിലേക്ക് നമ്മൾ കയറിയൊരു ഫീലാട്ടോ ഇപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ആരും ഇവിടെ വരാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള അബാൻഡൻഡ് പ്ലേസുകളൊക്കെ തേടി പിടിച്ച് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. അപ്പോൾ നമ്മൾ ഇതുവഴി തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ലയമുണ്ട്. ഈ ലയത്തിൽ താമസിക്കുന്ന ഒരു ചേട്ടൻ വെച്ചിട്ടുണ്ടോ. ചേട്ടൻ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞ ഇവിടെ ഒരു സായിപ്പിനെ കുത്തിക്കൊന്നിട്ടുണ്ടെന്നല്ലേ? വർഷങ്ങൾക്ക് മുന്നേ, വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് സായിപ്പിനെ ഒരു തൊഴിലാളി കുത്തിക്കൊന്നത്. അതിനുശേഷം ഒരു സായിപ്പന്മാർ ഇവിടുന്ന് സ്ഥലം വിട്ടു പോവുകയും ഇത് വേറെ ആളെ, അതായത് ഒരു 90 വർഷത്തേനെ കണ്ട് പാട്ടക്കാലാവധിക്ക് എടുക്കുകയത് എസ്റ്റേറ്റ് മൊത്തം. അത് കഴിഞ്ഞ് കാലാവധിയൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പം ഗോയങ്ക എന്ന് പറഞ്ഞൊരു
ടീമാണ് കൽക്കട്ടയിലുള്ള. പുള്ളിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഓണർ. ഈ ഹാരിസൺ മലയാളം ആദ്യമേ മലയാളം പ്ലാന്റേഷനായിരുന്നു. അതെ അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹാരിസൺ മലയാളം പ്ലാന്റേഷനായി. ഇത് ക്രയവിക്രയം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ. ഈ ബ്രിട്ടീഷുകാരുടെയിലായിരുന്നോ? ബ്രിട്ടീഷുകാരുടെയിലായിരുന്നു. ആ സായിപ്പിന് എന്തുകൊണ്ടാണ് കുത്തിക്കൊന്നത്? സായിപ്പും എനിക്ക് കാരണന്മാരായിട്ട് പറഞ്ഞിട്ട് അറിവുള്ളൂ. ഈ തൊഴിലാളി സായിപ്പായിട്ടുള്ള എന്തോ ഒരു ചെറിയ വിഷയം, അതൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോഴുള്ള തൊഴിലാളികൾക്കൊന്നും അറിയില്ല, കൂടുതലായിട്ട് അറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോയങ്ക എന്ന് പറഞ്ഞ ആൾ ഏറ്റെടുത്തതിന് ശേഷം ആണ് ഇപ്പൊ ഇത് പുള്ളിയാണ് കൊണ്ടു നടക്കുന്നത്. ശരി ശരി ശരി. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് അശോകൻ. ഇവിടെ ഈ തോട്ടത്തില് ഞാൻ ഇവിടെ ജോലിയുള്ള ഇവിടെയാണോ വർഷങ്ങളായിട്ട് താമസിക്കുന്നത്? വർഷങ്ങളായിട്ട് ഇവിടെ ജനിച്ചു വളർന്നതാണ്. അതെ അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 മക്കളായിരുന്നു. ഗോയങ്ക എന്ന് പറഞ്ഞ ആൾ മരിച്ചുപോയി. പിന്നെ 2 മക്കൾക്കുമായിട്ട് വിധിച്ചു കൊടുത്തു. ഈ ബംഗ്ലാവ് ആരുടെയാ? ബംഗ്ലാവ് സാധാരണ നമ്മുടെ ഇവിടെ ഈ കമ്പനി തന്നെ പണിതേക്കണം. ഒത്തിരി വളരെ വർഷങ്ങളൊന്നും ആയിട്ടില്ല. പിന്നെ ഉപയോഗിക്കാതെ കിടന്നിട്ട് അങ്ങനെ പോയതാ. നല്ല വളരെ മുതൽ മുടക്കി പണിതാ. അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. കയറാനുള്ള വഴിയൊന്നും ഇല്ല. കാടുകളുണ്ട്, പാമ്പൊക്കെ ഒത്തിരി ഉണ്ട്. ഉണ്ടല്ലേ. എനിക്ക് തോന്നിയത് കയറാറൊന്നുമില്ല. കയറാറില്ല. ഈ ബ്രിട്ടീഷുകാരായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ബംഗ്ലാവിന്? ഇപ്പൊ ഒന്നും ആരുമായിട്ട് ബന്ധമില്ല. ഇല്ല അല്ലേ. ബ്രിട്ടീഷുകാരൊക്കെ കൈ വിട്ടതിന് ശേഷം പണിത ബംഗ്ലാവ് അല്ലേ. അത് നമ്മുടെ ഇവിടെ മാനേജർമാർ വന്നതിന് ശേഷം പണിതാണ്. ഇപ്പൊ തൊഴിലാളികൾ ഒത്തിരി പേരുണ്ട്, പണിയുന്നുണ്ട്. ഉണ്ടല്ലേ. ഈ എസ്റ്റേറ്റ് ഒരുപാട് വർഷം പഴക്കമുള്ളതെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് 100 വർഷം പിന്നിട്ട് കഴിഞ്ഞു. 1905 ഇങ്ങനെ കേട്ടു. അപ്പോൾ 100 വർഷം പിന്നിട്ട് എൻ്റെ ഒരു ചെറിയൊരു മൊമെന്റോ, ഒരു ക്ലോക്ക് എല്ലായിട്ട് എല്ലാ തൊഴിലാളികൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്ര തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്? ഇവിടെ നേരത്തെ 450-ന് മേളിൽ തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനെ കുറച്ച് കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു അതിന് പകുതി പോലും ഇല്ല, ഒരു 190 അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കണം. ഇതുപോലെ ലയങ്ങളാണ് ഇവിടെ ചുറ്റും. ലയങ്ങളാണ്. ഇപ്പൊ ലയങ്ങളിൽ നിന്ന് എല്ലാവരും വേറെ വീടുകൾ വെച്ച് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ലയങ്ങളെ റിപ്പയർ ഒന്നുമല്ല. നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതി വെച്ച് നമുക്ക് ഒരു കുടുംബമായിട്ട് താമസിക്കാൻ പറ്റില്ല. സൗകര്യങ്ങൾ കുറവാണ്. ചെറിയൊരു പൈസ തന്നുകൊണ്ട് ഒരു കാര്യങ്ങൾ നിൽക്കണം. ഇന്ന് ചെറിയ നക്കാപ്പിച്ച പൈസ തൊഴിലാളികൾക്ക്. പുറത്തുനിന്ന് ഇതിന്റെ ഇരട്ടി കൂലിയാണ് ഇവിടെ പണിയുന്നത്, ഇരട്ടി കൂലി. ഇവിടെ പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ കുറെ ആനുകൂല്യങ്ങളുണ്ട്. ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഡമുണ്ട്, ഗ്രാറ്റുവിറ്റി, ഇതെല്ലാം നമ്മൾ പിരിയുമ്പം നമുക്ക് കിട്ടുന്നുണ്ട്. പൊട്ടതില്ല. അതൊക്കെയാണ് ഈ എസ്റ്റേറ്റും നാട്ടുമ്പുറമായിട്ടുള്ള വ്യത്യാസം. ശരി ചേട്ടാ.